നൈറ്റി തൊഴിലാളികൾക്കെതിരെ മടലെടുത്തു തുടങ്ങിയ വിശ്വാസികൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. വിശ്വാസികളുടെ പ്രതികരണത്തിലേക്ക്. പേര് ജയ്മോൻ എന്നാണ്. കോതമംഗലം സൈഡിൽ നിന്ന് വിളിക്കുന്നത്. കോതമംഗലം. ഞാൻ ഇത് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ സഭയില് കുർബാന തർക്കം, പള്ളിപിടുത്തം, തമ്മിത്തല്ല, ആകെ അന്തരീക്ഷത്തിൽ ആകെപ്പാടെ സ്വൈര്യമായിട്ടൊരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അത് ഉണ്ടാക്കുന്ന അച്ഛന്മാരും ബിഷപ്പുമാരും തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു പുതിയ ന്യൂസ് ഇറങ്ങിയ ഒരു അഭ്യർത്ഥന ഇറങ്ങിയിരിക്കുന്നത്, തോമാസ് ലീഹായുടെ മൈലാപ്പൂര് അന്തി ഉറങ്ങുന്ന മണ്ണിൽ 25 കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ച് 25 കോടി അധികം ഉണ്ടായി പൈസ പിരിച്ച് പള്ളി പണിയണം എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് റാഫേൽ തട്ടി എന്ന് പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് ഒരു ആഹ്വാനം ചെയ്തു, നിങ്ങൾ എല്ലാവരും പൈസ കൊടുക്കണം, ദൈവം കൃപ എങ്ങനെ ചൊരിയുന്നു. ഇതിനെതിരെ, ഈ തട്ടിപ്പിനെതിരെ ഒരു തടസ്സം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങ് ഏത് സഭാംഗമാണ്? ഞാൻ സിറോ മലബാർ സഭാംഗം തന്നെയാണ്, കോതമംഗലം രൂപതക്കാരൻ തന്നെയാണ്. ആരെ ഈ ആഹ്വാനം ചെയ്തേക്കുന്നത്? അങ്ങനെ ഇപ്പൊ ഒരു വീഡിയോ വന്നിരിക്കുന്നത്, തട്ടിൽ പിതാവ് ഈ ഹുസൂർ രൂപത അധ്യക്ഷൻ എന്ന് പറഞ്ഞ ജോബി എന്ന് പറഞ്ഞ ഒരു ബിഷപ്പിനെ നിർത്തിക്കൊണ്ടാണ് ഒരു ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തോമാസ് ലീഗ അന്തി ഉറങ്ങുന്ന അല്ലെങ്കിൽ മരിച്ചു വീണ അന്തി ഉറങ്ങുന്ന മണ്ണിൽ ഒരു പള്ളി പണിയണം, ഒരു വലിയ നിങ്ങൾ സഹകരിക്കണം, ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ട് ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കൂടെ ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ പലയിടത്തും പല രൂപതകളിലെയും പല സമ്പന്നമായ സ്ഥലങ്ങളിലെ ഇടവകളിൽ കൂടെ സമ്പന്നമായ വീട്ടുകാരെ പേഴ്സണലായിട്ട് പോയി കണ്ട് പൈസ മേടിക്കുന്നുണ്ട് ഈ ഹുസൂർ ബിഷപ്പ്. അപ്പം ഈ ശരിക്കും പറഞ്ഞ സാറേ, ഇപ്പം പള്ളിയുടെ പേരിൽ ഇവിടെ ഒരു കൂട്ട് തമ്മിത്തല്ല്, കുർബാന തർക്കം, ആകെപ്പാടെ സ്വൈര്യമില്ലാത്തൊരവസ്ഥയിലാണ്. എന്തിനാണ് ഈ 25 കോടിക്ക് എന്തിനാണ് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ് ചെയ്ത പുതിയ പരിപാടിയാണ്. അവിടെ ഇപ്പം വർഷങ്ങളായി മലയപ്പൂരിൽ ഒരു പള്ളിയുണ്ട്, ലത്തീൻ പള്ളിയുണ്ട്. ആ പള്ളിയിൽ കുർബാന പോയി കൂടിയാൽ പോരെ, ദൈവത്തോട് അവിടെ കയറി പ്രാർത്ഥിച്ചു എങ്ങനെയുള്ള തട്ടിപ്പ് നിർത്തണം എന്ന് പറയാൻ ഒരു ആഹ്വാനം. ഇവിടെ ആരും ഇതിനെതിരെ പറയാൻ പറ്റണല്ലോ. നിയമപരമായിട്ട് ഈ തട്ടിപ്പ് നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇവന്മാരുടെ അമേദ്യം തിന്നിട്ട് നടക്കുകയല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഇവന് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കുക. ഇവന്മാരുടെ അരമന നിരങ്ങി ഇവന്മാരുടെ അമേദ്യം തിന്നാനായിട്ട് രാഷ്ട്രീയക്കാരും നടക്കുക. പിന്നെ ഈ നാടെങ്ങനെ നന്നാവും? ഈ മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇവന്മാർ ചോദിക്കുമ്പോൾ കാശ് കൊടുക്കാൻ ഇരുന്നിട്ടല്ലേ ഇവന്മാർ ഈ നൈറ്റ് ഇട്ടുകൊണ്ട് പിരിവിനിറങ്ങുന്നത്? ഞാൻ അത് തന്നെയാണ് ഇപ്പൊ ഈ റീസെന്റ് ഈ ആൻഡ്രൂസ് എറണാകുളത്തെ തമ്മിത്തല്ലും പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവിടെയും തമ്മിത്തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കി വിശ്വാസികളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് അശാന്തി സൃഷ്ടിച്ച് അവിടുന്ന് അടിവയറും ചവിട്ടും മേടിച്ചുകൊണ്ട് പുള്ളി തൃശ്ശൂർക്ക് വന്നു. ഇപ്പൊ അതെ അവിടെ ഒരു വർഷങ്ങളായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന പള്ളിയാണ് നമ്മുടെ തൊടുത്ത് ഗോവേന്ദൻ പള്ളി പ്രസിഡന്റ് ആകും. നേരത്തെ ഈ പുള്ളിക്ക് തലവരായിരുന്നതിന്റെ പ്രശ്നം. ഇങ്ങനെയുള്ള കുറെ ബിഷപ്പുമാര്, കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇവർക്ക് ഒരു ആധ്യാത്മികതയില്ല. പൈസ ഉണ്ടാക്കുക, എങ്ങനെ തിരിഞ്ഞു നിന്നാലും പൈസ മേടിക്കുക, ആ പൈസ വെച്ചിട്ട് ആളുകളെ തന്റെ കാൽക്കീഴിലാക്കുക, അതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. അല്ല, ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാനിക്കണം, കൂതാശിക്കണമെന്ന് മാത്രമല്ല ഇവർക്ക് തർക്കമുള്ളൂ. പള്ളിയുടെ നേർച്ചപ്പെട്ടി എവിടെ വെക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. ഇല്ല, അതാണ് മെയിൻ സാധനം. ഈ വിഷയത്തിൽ മാത്രം എന്തെങ്കിലും ഒരു തർക്കം പറയുന്നത് കേട്ടിട്ടുണ്ടോ? പൈസ അല്ലെ നേർച്ചപ്പെട്ടി എവിടെ വെക്കണം, എന്തെങ്കിലും തർക്കമുണ്ടോ? കിട്ടുന്ന പണം എന്തോ ചെയ്യണം, എന്തെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. അതിനെ കുറിച്ച് ഒന്നും പറയണില്ല. അത് ചെലവഴിച്ചു എന്ത് ഓരോന്ന് ഉൽപ്പന്ന പിരിവ്, മിഷൻ പിരിവ്, സെന്റ് തോമസ് പിരിവ്, കരോൾ പിരിവ്, പള്ളി തിരുനാൾ പിരിവ്, ആ പിരിവ് ഈ പിരിവ് എന്ന് വേണ്ട എല്ലാത്തിനും കമാന്ന് വീണ പൈസ വേണം. ഇവന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ കടന്ന് പൊളയ്ക്കുന്നു, കുത്തി പറയുന്നു? ഈ വിശ്വാസി എന്ന് പറയുന്ന കിഴങ്ങന്മാരുണ്ടായിട്ടല്ലേ ഇവന്മാർ ഇത് കൊടുക്കാനുണ്ടായിട്ടല്ലേ ഇതെല്ലാം വരുന്നത്? അതെ. ഇവന്മാർ ഈ പള്ളി എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ ആളാകാൻ വേണ്ടി കിടന്ന് മുഴുപ്പ് കാണിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന ഇവന്മാരുടെ ഈ സൈക്കോളജി അല്ലേ ഈ പാതിരിപ്പാമ്പുകളെ ചൂഷണം ചെയ്യുന്നത്? ശരിക്കും അത് തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം നന്നായിട്ട് കൊടുക്കാത്തവന്മാര് പള്ളിയിൽ പോയി ആളാകാനും നാട്ടുകാരന്മാരെ കാണിക്കുന്ന ഈ പേക്കൂത്തിന് നമ്മള് കുറെ അന്ധവിശ്വാസികൾ, അതായത് പള്ളിയിൽ അങ്ങോട്ട് ചെന്ന് ഇത് കർത്താവ് സ്ഥാപിച്ചതാണ്, കർത്താവ് ഒന്നും മനസ്സിൽ പോലും വിചാരിച്ചോളൂ. കർത്താവിന് ഇവന്മാരുമായിട്ട് എന്ത് ബന്ധം? കർത്താവ് എവിടെ സഭ സ്ഥാപിച്ചത്? കർത്താവ് ഏതെങ്കിലും പള്ളിയിൽ പോയതായിട്ട് പള്ളി കയറി അന്ന് കർത്താവ് ചാട്ടവാർ എടുത്തിട്ടുണ്ട് ഇല്ലേ? അതെ അതെ, അവിടെയും ബിസിനസ് ആയിരുന്നല്ലോ അന്ന്. അന്നും കച്ചവടമായിരുന്നു, ഇന്ന് അതിനേക്കാളും വലിയ കച്ചവടമായി. ഇന്ന് കർത്താവിനെ മൊത്തം ഹോൾസെയിൽ അടിക്കുന്നു. അതെ അതെ. സെന്റ് തോമസ് മൗണ്ടിൽ 8 കോടി രൂപ എത്ര 80 ലക്ഷം കൊടുത്തിട്ട് അവിടെ സ്വിമ്മിംഗ് പൂള് പണിയാന്ന് പറഞ്ഞു. കർത്താവിന് കുളിക്കാനാണോ? ഞാൻ എന്താ പറയണേ, ഈ കാശൊക്കെ എവിടെന്നാ? ഇതിന് പിന്നെ കുറെ അലവലാദികൾക്ക് കുറെ കാരണവന്മാരുണ്ട്.
അന്ധവിശ്വാസികൾക്ക് അമ്മാന്ന് പറഞ്ഞ് നടക്കണം. പിന്നെ ഒരു കാര്യം സന്തോഷമുണ്ട്, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേന് ഇമാരി സൂക്കേട് ഇവിടെ നിന്ന് തീരും. കാരണം ജനമെല്ലാം വിദേശത്തേക്ക് കയറിപ്പോയി, യൂറോപ്യൻ കൺട്രീസ്. അവിടെ വിശ്വാസവും ഇല്ല, പള്ളിയിലും പോകാതെ ഇതെല്ലാം ഈ തട്ടിപ്പെല്ലാം കണ്ടറിഞ്ഞ് പള്ളിയില്ല പട്ടക്കാരില്ലാണ്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്, നല്ല മനുഷ്യർ. അത് ഇവിടെയും വരും. ഇപ്പൊ പിള്ളേര് 85% പിള്ളേരും യുവതി യുവാക്കന്മാരെ നാട് വിട്ടു. അതുകൊണ്ട് ഇനിയന്മാർക്ക് അവസാനം പാടാം. എന്നാലും അതിന്റെ പുറകെ പാരമ്പര്യവും അവന്റെ സീറോ മലബാർ തേങ്ങയായിട്ട് അങ്ങ് ചെല്ലുക. പുറകെ ഞങ്ങള് ഈ കുർബാന, ഈ ആരാധന, ഈ കോപ്പൊക്കെ കണ്ടാലേ നീ അങ്ങോട്ട് സ്വർഗത്തിൽ കയറുവാൻ പറയും. എന്നാൽ ഈ തെണ്ടി പിരിച്ചുണ്ടാക്കുന്ന യുവമാർ ഈ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരു നസ്രാണിക്ക് അല്ലെങ്കിൽ യുവമാർ ആളുകൾക്ക് ഇവര് ജോലി കൊടുക്കുവോ? ഇല്ല. ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം? 10, 15, 20 ലക്ഷമൊക്കെ. അതൊന്നും അല്ല. അത് ഞാൻ പറയാം, എവിടെ ഒരു ഞാൻ ഉൾപ്പെടുന്ന ഈ രൂപതയില് എല്ലാ വർഷവും പുതിയ ടീച്ചേഴ്സിന് അപ്പോയിന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് 10, 1000, 1500, 800 രൂപയുടെ ഈ അപേക്ഷാ ഫോം വിൽക്കും. അത് തന്നെ ലക്ഷങ്ങളെ വിറ്റ് പോണത്. അങ്ങനെ സൊസൈറ്റി അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവർ ഓൾറെഡി ആൾക്കാരെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവന്മാരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇവരെ കുടുംബക്കാര്, അടുത്ത ആൾക്കാര്, ബന്ധുമിത്രാതെ അങ്ങനെയുള്ള പൈസ അങ്ങനെ ആൾക്കാർക്കാണ് ജോലി കൊടുക്കുക. അതുകൊണ്ട് അങ്ങനെയാണ് പോയി. പക്ഷെ ഒരു സന്തോഷമുണ്ട്, ഇമാരെ സ്കൂളുകൾ ഒന്നൊന്നായി ഇപ്പൊ പൂട്ടിക്കൊണ്ടിരിക്കുക. ആളില്ല, പിള്ളേരില്ല. അത് വലിയ സന്തോഷമാണ്. ഞാൻ ഇവരെയൊക്കെ സ്കൂളിൽ ഞാൻ ജോലി ചെയ്തതാ. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പം അവിടെ എനിക്കൊരു 11500 രൂപയായി 3-5 വർഷം കൊണ്ട് ആയതിനും വേറൊരുത്തം വന്നപ്പം അവൻ ജസ്റ്റ് BEd കഴിഞ്ഞിട്ടുള്ളൂ. അവൻ നോക്കിയപ്പം എനിക്ക് ഇത്രയും രൂപ കൊടുക്കണില്ലേ, അടുത്ത അവന്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക് 8,000, 7,000 കൊടുത്ത് അവനെ വണങ്ങി നിന്നോളൂല്ലോ. അവൻ ഏതെല്ലാം രീതിയിൽ ആ വൃത്തികെട്ടവൻ എന്നെ അവിടുന്ന് കാടിച്ചതെന്നറിയാവോ? ഇതൊന്നും ആൾക്കാരാണ് ഈ പള്ളി പണിയാൻ വേണ്ടി നടക്കണത്. കഴിഞ്ഞ വർഷം തൊട്ട് നടക്കണേ. അല്ല, ഇവന്മാരെ ഈ മരാമത്ത് പാതിരിമാരും മരാമത്ത് മെത്രാന്മാരുമാണ് ഈ പണി നടന്നാലേ ഇവന്മാർക്ക് ഇതിനകത്ത് അവന്മാരുടെ പണിയും വെട്ടും നടക്കത്തുള്ളൂ. അതെ, കക്കാനും പൈസ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം, കേരളത്തിന് വെളിയിലോട്ട് ഇങ്ങനെയുള്ള ശല്യം ഇല്ല. അത്യാവശ്യം അവിടെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാലോ, ഞാൻ ലത്തീൻ സഭയിൽ അവിടെ ഞാൻ ചെന്നപ്പോ ഒരു അച്ഛൻ പറഞ്ഞു, യു കെയിം ടു മേക്ക് എ ഡിവിഷൻ ഇൻ നോർത്ത് ഇന്ത്യ, യു ആർ ഡിസ്ട്രോയിങ് ദ യൂണിറ്റി ഓഫ് ദ ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. അത് വളരെ ശരിയാണ്. അതെങ്ങനെ? ഇവിടെ 4 ഇടവക്കാരുണ്ട്, ഇവന്മാർ 4 ഗ്രൂപ്പ് അതിനകത്ത് ഉണ്ടാക്കും. അതെ അതെ. 4 പേരുണ്ട്, 4 ഗ്രൂപ്പ് ഉണ്ടാക്കി 4 എണ്ണത്തിനെയും തമ്മിലടിപ്പിച്ചിട്ട് 4 എണ്ണത്തിനെയും ചോരയുമാര് കുടിക്കും. ഒരുമിച്ച് യൂണിറ്റി ആയിട്ട് നിൽക്കില്ല. ഇവർക്ക് ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്നുള്ള ഒരു പരിപാടി. ഇപ്പൊ ഒരു വികാരി വന്നു, അങ്ങേരെ കൂടെ കുറെ പേരുണ്ടാവും. അങ്ങേര് പോയി കഴിയുമ്പോൾ ഇങ്ങേർക്ക് എതിരായിട്ട് നിന്ന വേറെ കുറെ പേരുണ്ടാവും. അതൊക്കെയാണ് ഇവരുടെ ഭയങ്കര കണ്ണിങ്ങാണ് ഈ പരിപാടി. എന്താണേലും ഇത് ദൈവത്തിന് മഹത്വം ഉണ്ടാവില്ല, മനുഷ്യർക്ക് നന്മയുണ്ടാവില്ല. എന്താണേലും എന്തോന്നു നമ്മൾ ഇത്തരം വാർത്ത കൊടുക്കുന്നതിനോട് എന്ത് തോന്നുന്നു? ITV ന്യൂസിൽ ഇവിടെ വാർത്ത, ഞാൻ ITV ന്യൂസ് എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അതിനോട് 100% സത്യാവസ്ഥ പറയാനൊരു ധൈര്യം. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തൂലോ എന്ന് കരുതിയിട്ടാ. ഞാനിവിടെ ഒരു ചെറുതായി ഒറ്റപ്പെട്ട ഒരാളാ. വീട്ടുകാർ പോലും ഒറ്റപ്പെടും. വീട്ടുകാർ പോലും പറയും, ഓ അവൻ സഭയ്ക്കെതിരാട്ടോ, വിമതൻ എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥ ക്രിസ്തു തിന്മയ്ക്കെതിരെ ചാട്ടാറ് എടുത്ത് പുള്ളി മോൻ നോക്കാതെ പറഞ്ഞ ഒരാളാ. അതാണ് ക്രിസ്തു. വി ഹാവ് ടു ഇംബോയ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ക്രൈസ്റ്റ് in our life, then only there is a meaning for known as a Christians. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കാര്യം. ഞാൻ സെമിനാറിലൊക്കെ പോയ ആളാണ്. അവിടെയും ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്സ് തന്നെയാണ്. പൊളിറ്റിക്സിന്റെ, അതായത് അവരുടെ ആളുകള് പൊളിറ്റിക്സ്. ഇനി തൃശ്ശൂരുകാർ പറയും, നീ തെക്കനാണ്, നീ വടക്കനാണ്, അങ്ങനെയൊക്കെ ഒത്തിരി തന്ത്രങ്ങളും മന്ത്രങ്ങളും ഇതിന്റെ അകത്തുണ്ട്. ഇതൊന്നും ദൈവത്തിന് വേണ്ടിയിട്ടല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടുമല്ല. അങ്ങനെയുള്ള ഈ നൈറ്റ് തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിനകത്ത് മൊണ്ണക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് വേണ്ടുന്ന, ഇവന്മാരുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുക, ഇവന്മാര് പറയുന്ന പൈസ കൊടുക്കുക. പുണ്യം, അവിടെ പുണ്യം ഉണ്ടാക്കും. ഇവന്റെ മുന്നിൽ പോട്ടല്ലേ പുണ്യം ഉണ്ടാക്കി തരുന്നത്. പുണ്ണുണ്ടാക്കി കൊടുക്കും. പുണ്യല്ല. പിന്നെ വേറെ കേസ് പറയാം. ഈ മൊണ്ണക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നമാര് കണ്ടല്ലോ, അവന്മാര് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തെങ്കിലും എച്ചിൽ കഷ്ണം കിട്ടുന്നുണ്ടാവും. ജോലിയായിട്ടോ പ്യൂണായിട്ടോ കോപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെന്ന ബിഷപ്പിനെ ചെന്ന് ചോദ്യം ചെയ്യാറുണ്ട്, തെറി കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാണ്. ബിഷപ്പ് ഇങ്ങനെ മിണ്ടാതും തിരിഞ്ഞു എന്നിട്ട് വൈകുന്നേരത്തെ ഈ മൊണ്ണകളെ ഗുണ്ടകളാക്കി വിടും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ ബോധവാന്മാരാകുന്നില്ല. ഈ ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിക്കുന്നു. അവിടെ കർത്താവ് ഒരു 5 അപ്പം കൊണ്ട് തീറ്റിക്കുകയൊന്നുമല്ല ചെയ്തത്. അതിന്റെ യഥാർത്ഥ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജെസ്യൂട്ട് പ്രീസ്റ്റ് പറയുന്നത് അവിടെ കർത്താവ് പങ്കുവയ്ക്കാനാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞത്. അന്നത്തെ ഇവന്മാർക്ക് വേണ്ടുന്ന വചനശകലങ്ങളെ ഇവന്മാർക്ക് വേണ്ടുന്ന രീതിയിൽ വളച്ചൊടിച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക വിഭവങ്ങൾ ഉണ്ടാക്കി സമൃദ്ധമായിട്ട് ശാപ്പിട്ട് കഴിയുന്ന
വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഒന്നും കളപ്പുര ഏത് തരത്തിലും. എന്നിട്ട് ഇവന്മാരുടെ അരമനകളും പള്ളികളും നോക്കി കൊയ്യുന്നുമില്ല, കളപ്പുര കൂട്ടി വെക്കുന്നുമില്ല. FCR അക്കൗണ്ട് വഴി ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്ന് വെക്കുന്നതേ ഉള്ളൂ. അതെ അതെ. എന്നാ വേണ്ട സാറേ, കുറച്ചുകൂടി ഈ മാനവ സേവനത്തിനൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുറെ അച്ഛന്മാരുണ്ട്. അവര് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരൊക്കെ ഒതുക്കിയിട്ടേക്കുക. അവർ മാനസിക രോഗികള്, ഭ്രാന്തന്മാര്, കൊള്ളരാത്തവന്മാര്, അല്ല മീൻസ് യൂസ്ലെസ് പീപ്പിൾ എന്നൊക്കെയാണ് മരത്തൻ. ഇപ്പം ഇവന്മാരെ കൊണ്ട് മടുത്തു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.